ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നല്ലപോലെ വൈകി തന്നെയാണ് കേട്ടോ ഞാൻ എണീറ്റത്. നേരത്തെ എണീറ്റിരുന്നു. ഏട്ടൻ നേരത്തെ 4 മണിക്ക് പോയി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എണീറ്റു. 2 ദിവസമായി പൈപ്പിൽ വെള്ളമില്ല കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വിട്ടിട്ട് പോയി കിടന്നിട്ട് ഒന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് നേരെ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മ എണീറ്റ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോറ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് വിളക്ക് കൊളുത്തുന്നത് കേട്ടോ. ഭയങ്കര ചൂടാട്ടോ. മുൻപൊക്കെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു, ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് ഉറക്കം വലുതായിട്ട് നമുക്ക് വരുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് കാരണം. പിന്നെ ഞാൻ വിളക്കൊക്കെ കൊളുത്തി കുറിയൊക്കെ തൊട്ടു. പിന്നെ നേരെ അടുക്കളയിൽ വന്നൊന്നും ചായ ഇല്ല കേട്ടോ. ഇന്നലത്തെ പാല് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും ചായ ഇല്ല. അപ്പം മിണ്ടാതെ വലിയ ഉഷാറില്ലാത്ത പണിയാണ് കേട്ടോ ചായ ഇല്ലാത്ത കാരണം. പിന്നെ ഇന്ന് ദോശയും ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നിക്കുള്ളതൊക്കെ അരച്ചെടുക്കാം കേട്ടോ. പൊരികടല, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചട്നി റെഡി ആയിട്ടോ. ഞാൻ പിന്നെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അബി കഴിക്കാറില്ല. അവന് വലിയ ഇഷ്ടമല്ല കേട്ടോ. അവന് ചട്നി ഇഡ്ഡലിപ്പൊടിയും കൂട്ടി നല്ലോണം കഴിച്ചോളും. വേറെ നമ്മൾ സാമ്പാറാണെങ്കിൽ കൂടി അബിക്ക് വലിയ ഇഷ്ടമല്ല. എന്നാൽ അച്ചു എല്ലാം കഴിക്കും കേട്ടോ. അവനെക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ മക്കൾ കഴിക്കട്ടെ, എന്താണെങ്കിലും ഒന്ന് കഴിക്കട്ടെ പറഞ്ഞാൽ അവരെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്താണെങ്കിലും കഴിച്ചോളും. അപ്പോൾ ഒന്ന് കുറച്ച് വൈകിയ കാരണം തന്നെ ഞാൻ അവർക്ക് തൈരും ചോറും കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് ഉപ്പേരിയും തൈരും ചോറും കൊടുത്തു വിടാൻ പറഞ്ഞിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണേ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അച്ചു അബി എണീറ്റിട്ടുണ്ട്. ഒരാൾ ബാത്റൂം പോയിട്ടുണ്ട് കേട്ടോ. ഒരാളിങ്ങനെ അവിടെ ഇരിക്കുകയാണേ. ഭയങ്കര മൂഡ് ഓഫാണ് രാവിലെ എണീറ്റിട്ട് അവന്. ഇന്ന് സ്കൂളിൽ പോകണം. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ അവൻ. പിന്നെ അവനോട് ഞാൻ പറയുകയാണ്, എന്തായാലും സമയമായി കഴിഞ്ഞാൽ സാറ് ഡയറിയിൽ സീൽ വെച്ച് തരും, വേഗം റെഡി ആവുമെന്ന് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ 2-3 സീലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് 5 മിനിറ്റ് ലേറ്റായി പോയതിനൊക്കെ. അപ്പം ഞാനത് ഇന്ന് പറയുകയാണ് അവനോട്, വേഗം റെഡിയാവുക, കുളിച്ച് റെഡിയാവുക, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിലാട്ടോ സമയം പോകുന്നത്, പതുക്കെ അവർ കഴിക്കുള്ളൂ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഞാൻ വെക്കുകയാണ്. കടുക് വറുത്തു. പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. ഓരോരുത്തർ വെള്ളം ഒഴിക്കില്ല, അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ എനിക്കൊരു കംഫർട്ടബിൾ ഉള്ളൂ കേട്ടോ. വെന്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ അബി റെഡിയായി കഴിക്കാനൊക്കെ ഇരുന്നു. അച്ചുമെല്ലാം പോയിട്ടേ ഉള്ളൂ കേട്ടോ. അവൻ പോയി പതുക്കെ വരുള്ളൂ. അപ്പോഴത്തേക്ക് അബിയൊക്കെ റെഡിയായി പോവേ. പിന്നെ ഇതാ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് വീട്ടിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കൾ ഞാൻ ഉറക്കമൊഴിക്കാൻ പോട്ടെ പറഞ്ഞാൽ അവർ ഞങ്ങളുടെ തൊട്ട് അമ്പലമുണ്ട്, കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ ഒരു 11 മണി വരെ സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവർ വന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ അവർക്ക് ഭയങ്കര ടയേർഡായിരുന്നേ. പിന്നെ ഇന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ റെഡിയായി പോവാണ്. അപ്പോൾ 2 പേരും പോയി. അവർ പോയി വന്നിട്ട് ഞാൻ കുറച്ച് നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാനിരിക്കുള്ളൂ കേട്ടോ. അടുത്ത് മുരുകൻ്റെ അമ്പലമുണ്ട്, ഞാൻ എന്നും പോയി ഒന്ന് തൊഴുതിട്ട് വരും. അവർ പോയ ശേഷം ഞാൻ പോവുള്ളൂ കേട്ടോ തൊഴാൻ. പിന്നെ ഞാൻ ദോശയൊക്കെ 1, 2, 3 പറഞ്ഞ് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. ഭയങ്കര മടിയാട്ടോ. അവരൊപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ മടിയൊന്നുമില്ല. അവർ പോയ ശേഷം എനിക്ക് അടുക്കളയിൽ പോയിട്ട് എനിക്ക് വേണ്ടി ദോശ ചൂടുക പറഞ്ഞാൽ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ, ഭയങ്കര മടിയാണേ. പിന്നെ നമ്മൾ കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ദോശ, ചമ്മന്തി, ഇഡലിപ്പൊടി, ചട്നി. അപ്പോൾ ഞാനത് കഴിക്കാനിരിക്കുമ്പോൾ കുറച്ച് നേരം TV നോക്കും കേട്ടോ. ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയെ. അപ്പോഴേ എനിക്കൊരു കഴിച്ച ഫീലിങ്സും ഉണ്ടാവുള്ളൂ. ഒരു എന്താ പറയുക, നല്ലൊരു വൈബാട്ടോ അത്. ഭക്ഷണം കഴിച്ചോണ്ട് ഇങ്ങനെ TV കാണുന്നത് ആർക്കൊക്കെ അതുണ്ട് എന്നൊന്ന് പറയണേ. പിന്നെ ഞാൻ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്തു കേട്ടോ. 5-10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ വന്ന് അകമൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. കാറ്റ് കാലമായപ്പോൾ കുറച്ച് പൊടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അടിച്ച് ഇങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഞാൻ അടിക്കാറില്ല കേട്ടോ. ഒന്ന് ക്ലീനായി കിടക്കും. കുട്ടികളൊക്കെ പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ ഒന്ന് ക്ലീനായി കിടക്കും. അപ്പോൾ ഞാനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എപ്പോഴും ഈ സിറ്റൗട്ടിൻ്റെ മേലെന്നും ഇങ്ങനെ പൊടി വരുന്നുണ്ട് കാറ്റടിക്കുന്ന കാരണം. ഞാൻ മെറ്റൽ തന്നെ ഇട്ടിരിക്കണേ, എന്നാൽ എവിടെ നിന്ന് തന്നെയാണോ അങ്ങനെ പൊടി വരണമെന്ന് അറിയണില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ എന്താ പറയുക, ലോങ് വീഡിയോ ഞാൻ
മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ 2-3 ദിവസം മുൻപ് തിരുമ്പിയിട്ട തുണി ഉണ്ട് കേട്ടോ. ഞാനൊരു 2 ദിവസമൊക്കെ കൂടുമ്പോഴേ നനയ്ക്കുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും തുണി. അപ്പോൾ ഏട്ടൻ്റെ യൂണിഫോം തന്നെ ഉണ്ട് കേട്ടോ. ഒരു 2-3 ദിവസത്തെ യൂണിഫോം ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ വീട്ടിൽ അയൺ ചെയ്യില്ല, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. കുട്ടികളെ മാത്രമേ അയൺ ചെയ്യാറുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെയൊക്കെ ഞാൻ പുറത്ത് കൊടുക്കാറാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ മുണ്ടധികം കൊടുക്കാറില്ല, ഷർട്ടുകളൊക്കെ ഞാൻ കൊടുക്കേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവർ മടക്കി ഒന്ന് സഹായിക്കും കേട്ടോ. ഞാൻ പിന്നെ ഇത് വൈകുന്നേരം ആക്കണ്ട, കാറ്റത്ത് തുണികളൊക്കെ ഇങ്ങനെ വീഴണമെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ മടക്കി വെക്കണം കേട്ടോ. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതൊക്കെ, അതാത് സെക്ഷനിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ തുണികളൊക്കെ മടക്കി അതാത് സെക്ഷനൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പാടെ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് കറിയൊന്നും വെക്കാത്ത കാരണം ഞാൻ മോര് കാച്ചാന്നാണ് വിചാരിക്കണത് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല മോര്, എന്നാലും കറിയില്ലാത്ത കാരണം എനിക്ക് വെള്ളം ഒഴിച്ച് കൊണ്ടാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോര് കാച്ചാണ്. എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല, കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കടുക് വറുത്തു, വറ്റൽ മുളക് ഇട്ടു, പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ, എനിക്ക് മാത്രമല്ലേ വേണ്ടു പറഞ്ഞു കുറച്ച് ഞാൻ മോര് കാച്ചുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ മോരൊക്കെ കാച്ചിയെടുത്തു. അപ്പോഴത്തേക്ക് ഒന്ന് ഉച്ചയായിട്ടോ, നല്ലപോലെ വിശക്കാനൊക്കെ തുടങ്ങി. എന്താ ബീട്രൂട്ട് ഉപ്പേരി, മോര് കാച്ചിയത്, വെളുത്തുള്ളി അച്ചാർ അമ്മ ഇന്നലെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.